ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മൈ ഡ്രീം മാളൂട്ടിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നൊരവധി ദിവസമാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരവധി ദിവസമായിട്ട് ഇന്നത്തെ വിശേഷങ്ങളുമായി നിങ്ങളുടെ അടുത്ത് വരാമെന്ന് കരുതി. രാവിലെ തന്നെ അനീഷേട്ടൻ എഴുന്നേറ്റിട്ടുണ്ട്. മാളൂട്ടി അവധിയായതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് എഴുന്നേൽക്കുന്നത്. രാവിലെ ഓഫീസിൽ പോണ ദിവസമാണെങ്കിലും അവധി ദിവസമാണെങ്കിലും ഒക്കെ കുറച്ച് നേരം ചായ കുടിച്ചിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്തായിരിക്കും വീട്ടിലേക്ക് വിളിക്കുന്നതും എല്ലാം. അപ്പോൾ പതിവ് പോലെ തന്നെ ചായ കുടി സമയത്ത് നമ്മൾ ഇന്നും അവധി ദിവസം കൂടുതൽ നേരം എടുക്കും കേട്ടോ. എല്ലാവരെയും വിളിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കാറുള്ളത്. ചായ കുടിക്കുന്ന സമയത്ത് നാട്ടിലേക്ക് എല്ലാവരെയും ഞങ്ങൾ വിളിക്കും കേട്ടോ. ചായ കുടിയും വിളിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പത്തിനായിരുന്നു അരച്ച് വെച്ചായിരുന്നേ. അപ്പം നല്ലോണം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ലോണം പൊങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ അപ്പത്തിന് അരച്ച് വെച്ചാലും ദോശമാവിനാണെങ്കിലും ഞാൻ കുറച്ച് മാറ്റി വയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അധികമായി പോകും. അപ്പോൾ കുറച്ച് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല വൈകുന്നേരം അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ മാളൂന് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അങ്ങനെ കുറച്ച് മാറ്റി വെച്ചേക്കും. അപ്പം ആണെങ്കിൽ ചിലപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കും കേട്ടോ അത് വെച്ച്. അപ്പോൾ ഇന്നിപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ പാകത്തിനുള്ള അപ്പത്തിനല്ല അരച്ചിരിക്കുന്നത്. പണ്ട് വീട്ടിലമ്മ കള്ളപ്പത്തിന് പകരം വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഇട്ട് അരച്ചിട്ട് കള്ളപ്പത്തിൻ്റെ ടേസ്റ്റുള്ള ഒരു അപ്പം ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെയാണ് ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ചിക്കൻ കറിയാണ് വെച്ചത്. ചിക്കൻ കറിയും അപ്പവും കൂടെ നല്ലതായിട്ട്. നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുമ്പോൾ സ്റ്റൂ ആണ് വയ്ക്കാറ്. ഈ അപ്പത്തിനാണെങ്കിൽ ചിക്കൻ കറി കഴിച്ചവിടെ നല്ലത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അനീഷേട്ടന് വെള്ളിയാഴ്ച ആണെങ്കിലും കുറച്ച് നേരം ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. സാധാരണ വെള്ളിയാഴ്ച കുറച്ച് താമസിച്ച് എല്ലാവരെയും വിളിച്ച് അങ്ങനെ ഇരുന്നൊക്കെ കുറച്ച് താമസിച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കാറ്. അപ്പോൾ ഇന്നിപ്പോൾ ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞ കാരണം നേരത്തെ കഴിച്ചു. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞു. മാളൂട്ടി കുളിക്കാൻ കയറിയേക്കാണ്. പിന്നെ തുണി അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. തുണി വിരിച്ചിട്ടത് എടുത്തു വെച്ച് പിന്നെ അലക്കാനിട്ടു. തുണി പിന്നെ ഇവിടെ കുറച്ച് അലക്കിയിടാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക്. കാരണം കുറച്ച് ഏരിയയേ ഉള്ളൂ പുറത്തായിട്ട്. നമ്മുടെ നാട്ടിൽ വിരിച്ചിടും പോലെ വെയിലത്തൊന്നും വിരിച്ചിടാൻ പറ്റില്ല. വർക്ക് ഏരിയയിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെയാണ് വിരിച്ചിടുന്നത്. ഇന്ന് അവധി ദിവസമായ കാരണം അനീഷേട്ടന് ഇച്ചിരി വർക്ക് വന്നുകൊണ്ടാട്ടോ പോയത്. ബാലൻസ് ഉള്ളൊരു വർക്ക് ചെയ്യാനുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് പോയത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് ഞാനും ആളും കൂടെ റെഡി ആകുമ്പോഴത്തേനും അനീഷേട്ടൻ വരും. അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകും. ബാഗ് എടുത്തിട്ടില്ലാന്ന് വേണ്ടല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഫ്രൈഡേ ആയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. അതാരും വിളിച്ചിരിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ ഉച്ചത്തെ ഭക്ഷണം കഴിക്കാനായിട്ടാണ് ഇറങ്ങിയത്. അവധിയായതുകൊണ്ട് ഇന്ന് പുറത്തുനിന്ന് ഉച്ചത്തെ ഭക്ഷണം ആക്കാമെന്ന് കരുതി പുറത്തിറങ്ങി. അപ്പോൾ നമ്മൾ ഇതുവരെയും പോവാത്ത ഒരു ഹോട്ടലാണ് ഇമ്പീരിയർ കിച്ചൺ. അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ മനസ്സിലായി ഇവിടെ നിന്ന് ഇപ്പോഴൊന്നും ഫുഡ് കിട്ടില്ല എന്ന്. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കയറിയപ്പോൾ തന്നെ നിറച്ച് വെയിറ്റിംഗ് ആൾക്കാർ പുറത്തേക്കിടയ്ക്ക്. ഞങ്ങളത് കാരണം അവിടെ നിന്ന് ഇറങ്ങി MRA എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ
ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അവിടുത്തെ നല്ല ഫുഡായിരുന്നു. അപ്പോൾ അവിടെ ഇന്ന് കയറി. അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് നല്ലൊരു ആംബിയൻസ് ആയിട്ടോ. പുറത്തിരുന്ന് കഴിക്കണമെങ്കിൽ നമുക്ക് പുറത്തിരുന്ന് കഴിക്കാം. ഈ സൈഡിലിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. പുറത്ത് ഇച്ചിരി വെയിലും കാര്യങ്ങളും ഉള്ള കാരണം അകത്താട്ടോ ഞങ്ങളിരുന്ന്. സൈഡിലായിട്ട് ഇരുന്നുകൊണ്ട് പുറമേയൊക്കെ നന്നായി കാണാൻ പറ്റി. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും പൊറോട്ട കേട്ടോ പറഞ്ഞ്. നമ്മൾ പിന്നെ പുറത്ത് പോയാൽ ഒന്നുമില്ല പൊറോട്ട അല്ലെങ്കിൽ ബിരിയാണി അങ്ങനെ കേട്ടോ. ആദ്യം സലാഡ് കൊണ്ടുപോയി തന്നിട്ട് നല്ല സലാഡായിരുന്നു കേട്ടോ. ഇതുവരെയായിട്ട് ഇത്രയും നല്ലൊരു സലാഡ് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. നല്ല സലാഡായിരുന്നു. അത് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടൊന്നും വന്നില്ല കേട്ടോ. ഫസ്റ്റ് നമ്മൾ മാളുവിന് ലോലിപോപ്പ് വേണമെന്ന് പറഞ്ഞാൽ ലോലിപോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വന്നു, പെട്ടെന്ന് തന്നെ വന്നു. നമ്മൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടതൊന്നുമില്ല. ലോലിപോപ്പ് കഴിച്ച് തീരണേക്കുമ്പോൾ സലാഡ് തീരണേക്കുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് 2 കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊറോട്ടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും വേഗം തന്നെ വന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. ചിക്കൻ കറിയിൽ ഒരു ബട്ടർ ചിക്കനും വേറൊരു ചിക്കൻ പരട്ട് പോലത്തെ ഒരു കറിയാണ് വരുന്നത് തന്നെ. ചിക്കൻ പരട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ലതായിരുന്നു. എന്നാൽ ഒരുപാട് മട്ടിപ്പായിട്ട് നമുക്ക് തോന്നുന്ന ഒന്നുമില്ലായിരുന്നു. താനും നല്ല ഫുഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ അതിനേക്കാൾ കൂടുതൽ നമുക്ക് അവിടെ ഇരിക്കുന്ന ആ ഒരു സമയം നല്ലൊരു ഫീൽ കിട്ടി കേട്ടോ. അവിടെ കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് ഒന്നൊരു തിക്കോ തിരക്കോ ഇല്ലാതെ നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റി. അവിടെ അവരുടെ ബ്രാഞ്ചുകളുടെ ആ ഒരു എവിടേക്കാണെന്നുള്ള ഒരു ബോക്സിലായിരുന്നു കേട്ടോ ടിഷ്യൂ ഒക്കെ വെച്ചായിരുന്നേ. പിന്നെ നമ്മൾ കയറി തന്നെ വരുന്നിടത്ത് തന്നെ കേക്കുകളും പിന്നെ റെസ്റ്റോറൻറ്റ് ആ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് ഫിഷ് ഫ്രഷ് ആയിട്ട് വെച്ചിരിക്കുന്നത് കണ്ടു. പിന്നെ കുറച്ച് സ്നാക്സുകളും. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു പുതിയ വൺ റിയാൽ സെൻറ്റർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒരു 1 റിയാൽ സെൻറ്ററിലാട്ടോ. ചുമ്മാ നടക്കാൻ ഇപ്പോൾ കുറച്ച് കഴിച്ചിട്ടുണ്ട്. കുറച്ചായുള്ളൂ കേട്ടോ ഓപ്പൺ ചെയ്തിട്ട്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ടെന്ന് അറിയാനായിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് കയറിയത്. ഇവിടെ നിന്നൊന്നും മേടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമുക്ക് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാവശ്യം വരുമ്പോൾ ഗിഫ്റ്റൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ ബർത്ത്ഡേക്കോ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ മേടിക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് നടക്കാറുണ്ട് കേട്ടോ. കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ദേ ഇങ്ങനെയുള്ള ഭംഗിയുള്ള ഐറ്റംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ ദേ ഗ്ലാസിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടം തോന്നും കേട്ടോ. അതുപോലുള്ള കുറേ ഐറ്റങ്ങൾ കയറി വരുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ഷോറൂമാണ് കേട്ടോ. വലിയ ഷോറൂമാണ്. എല്ലാ ഐറ്റങ്ങളും ഇഷ്ടം പോലെ ഇത് കണ്ടോ. ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. നല്ല ഭംഗി, നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഇതുപോലത്തുള്ള ഐറ്റംസ് വേറെ കണ്ടിട്ടില്ല എന്ന് തോന്നണം കേട്ടോ. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പം മാളുവിന് എവിടെയോ കിടന്നൊരു ബൈനാക്കുലർ കിട്ടി. മാളു അത് വെച്ച് നോക്കാം കേട്ടോ. കേട്ടോ ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ചില്ലും കൊണ്ടുള്ള സാധനമാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോ. അപ്പോൾ അത് ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്ന ഒരുപാട് സാധനങ്ങൾ അടുക്കി വെച്ചേക്കണ തന്നെ നല്ല ഭംഗിയാട്ടോ. സെക്ഷൻ തിരിച്ച് ഇനിയും മൊത്തം അപ്പുറ സൈഡിലായിട്ട് പിന്നെ നമ്മൾ കയറി ചെന്നപ്പോൾ കാണുന്നത് ഫ്ലവേഴ്സിൻ്റെ ഒരു ഐറ്റം കേട്ടോ. ഈ കുറേ ഉണ്ടായിരുന്നു ഫ്ലവേഴ്സ്. അതുപോലെ ഗിഫ്റ്റിന് കൊടുക്കാൻ പറ്റിയ നല്ല നല്ല ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എല്ലാ ഐറ്റംസ് തന്നെ നമ്മൾ കയറിയൊന്ന് കണ്ടു വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലുള്ള ആവശ്യങ്ങൾ, ഗിഫ്റ്റാണ് മെയിൻ. നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മേടിക്കാനായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മളിങ്ങനെ തപ്പി നടക്കുമ്പോൾ വെറുതെ എവിടെയെങ്കിലും കയറുമ്പോൾ ഇഷ്ടം പോലെ കാണും. നമ്മൾ ആവശ്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു സാധനം ഉണ്ടാവില്ല. ക്ലോക്കിൻ്റെയൊക്കെ ആണെങ്കിലും ചെറിയ ക്ലോക്ക്, വലിയ ക്ലോക്ക്, അതിൻ്റെ ഒരു റോ, ഫ്ലവേഴ്സിൻ്റെ ഒരു റോ, ഫ്ലവേഴ്സിൻ്റെ റോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഫ്ലവേഴ്സ് അല്ലെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമല്ലേ. നമുക്ക് വീടുകളിൽ വളരെ ഭംഗിയായിട്ട് വീടുകൾ വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. പലതരത്തിലുള്ള കളറിലുള്ള മോഡലുകൾ പലതരം അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കുട്ടികളുടെ ഡയറി ഇല്ലേ, നല്ല രസമുള്ള. മാളുവിന് ഇങ്ങനത്തെ ഒരു ഡയറി ഉണ്ട് കേട്ടോ. മാളു എന്നാലും എവിടെയെങ്കിലും ചെല്ലുമ്പോൾ നോക്കും. ചെറിയതും വലുതുമായിട്ടുള്ള ഇഷ്ടം പോലെ ഈ ഫെദർ വെച്ചിട്ടുള്ളത് അങ്ങനെ കുറേ ഡയറികൾ കുട്ടികൾക്ക്. പിന്നെ ഈ സ്കൂൾ ഐറ്റംസ്, കുറേ സ്കൂൾ ഐറ്റംസ്
2 റോ അധികം സ്കൂൾ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരുടെ ടോയ്സ്, അത് ഓരോ പ്രായത്തിൽ കുഞ്ഞു പിള്ളേർക്ക് പറ്റിയ ടോയ്സ് 1 റോ, അതിൻ്റെ അടുത്ത ഏജിലുള്ള 1 റോ, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ട് തീരുന്നില്ല. അതുപോലെ നല്ല നല്ല ഐറ്റംസ് ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ ചെയ്തേക്കണ കാരണം നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഈ ഡോളൊക്കെ വലിയ വിലയും വരുന്നില്ല കേട്ടോ. നല്ല റേറ്റ് ആണെങ്കിലും കുറവാണ്. നമ്മൾ ഒരുപാട് റേറ്റ് ആയിരിക്കുന്ന വിചാരിച്ച് നോക്കിയതിനൊക്കെ റേറ്റും കുറവായിരുന്നു കേട്ടോ. ഒരു സെക്ഷൻ മൊത്തം ബോയ്സിന്, ഒരു സെക്ഷൻ മൊത്തം ഗേൾസിന്, പിന്നെ കുഞ്ഞു പിള്ളേരുടെ വേറെ സെക്ഷൻ, വലിയ പിള്ളേരുടെ വേറെ സെക്ഷൻ. ഈ ഡോളൊക്കെ കണ്ട് എന്തൊരു ഭംഗിയാണ്. പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയപ്പോൾ ഇതേ കീ ചെയിൻ ആട്ടോ ഈ കിടക്കുന്നത്. കീ ചെയിൻ പാവകൾ നല്ല രസമാണ്. മാളൂന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാവകൾ മാളൂന് ഒരുപാടുണ്ട്. പിന്നെ തലയിൽ കെട്ടുന്ന കുട്ടികളുടെ ബാൻസും ബുഷും ക്ലിപ്പുകളും വേണ്ട, ക്ലിപ്പുകൾ തന്നെ ഒരു സെക്ഷൻ. കീ ചെയിൻ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം വലിയ പാവകൾ, പിന്നെ കുഞ്ഞു പാവകൾ, പിന്നെ ക്രിസ്റ്റലും കൊണ്ടുള്ള കുറേ ഐറ്റംസ്, ഹെയർ ബാൻഡിൻ്റെ ഐറ്റംസ്, ബുഷിൻ്റെ ഐറ്റംസ്, അങ്ങനെ ഒരുപാട് നമുക്ക് കാണാനായിട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. കണ്ടാൽ പിന്നെ ഇങ്ങനെ പിള്ളേർക്ക് ഓരോ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ആർട്ട് വർക്കിന് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ആളുകൾ ഇങ്ങനത്തെ നിന്നി പണ്ട് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കീ ചെയിനാണ് കേട്ടോ. നല്ല രസമുള്ള ഓരോ സെക്ഷനിലും ഓരോ മോഡൽ കീ ചെയിൻ. ഞങ്ങൾ ഈ കീ ചെയിനൊക്കെ കുറേ അന്വേഷിച്ച് കിടന്നായിരുന്നു കേട്ടോ. അത് അന്നേരം കിട്ടിയില്ല. ഇപ്പം എന്തോരം ഇരിക്കുന്നത് ഇവിടെ. ഇത് പുതിയ സെൻറ്ററും കൂടി ആയതുകൊണ്ട് എല്ലാം പുതിയ മോഡലുകളും ആണ് കേട്ടോ. പിന്നെ ആഭരണങ്ങളുടെ ഒരു സ്ഥലം. പിന്നെ ബാഗുകൾ അങ്ങനെ ഒരുപാട് ബാഗുകൾ കേട്ടോ. കുട്ടികളുടെ ബാഗ്, വലിയ ആൾക്കാരുടെ ബാഗ്, ഹാൻഡ് ബാഗ്, പേഴ്സ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേയൊക്കെ കണ്ടിട്ട് ഇറങ്ങി അവിടെ നിന്ന്. കാരണം ഒന്നും മേടിക്കാനില്ലായിരുന്നു, ജസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്നൊന്ന് അറിയാൻ കയറിയതായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞു. അടിച്ചു, വെറുതെ ഷോപ്പിംഗ് മാളൊക്കെ ഒന്ന് കറങ്ങി. അപ്പം നമ്മുടെ ഇന്നത്തെ ഫ്രൈഡേ ഔട്ടിംഗ് ആൻഡ് ഫുഡിങ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ് ചെയ്താ.